പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുലിഖിതം. കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്. കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവവചന ശുശ്രൂഷകളിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകളും സൗഖ്യങ്ങളും ദൈവമക്കളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചതിനെക്കുറിച്ച് നിരവധി വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തിയതിൽ ഒരു സാക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് മോളി വർഗീസ്. സെഗിയോൻ ധ്യാന ടീം നയിക്കുന്ന ടെലിവിഷൻ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ വചന ശുശ്രൂഷയിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മച്ചി എഴുതിയ കത്ത് അച്ഛൻ വായിക്കുകയുണ്ടായി. അത് ഇപ്രകാരമായിരുന്നു എഴുതപ്പെട്ടിരുന്നത്: അവർ ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്ന രോഗം പിടിപെട്ടിട്ട് 33 വർഷത്തോളമായി. എന്നാൽ സെഗിയോൺ ടീമിൻ്റെ വചന ശുശ്രൂഷ പങ്കു ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് പരിപൂർണമായും സൗഖ്യപ്പെട്ടു. ഈ അമ്മച്ചിയുടെ സാക്ഷ്യ ലെറ്റർ അച്ഛൻ വായിച്ചു കേട്ടപ്പോൾ എല്ലാവരോടും സ്തുതിക്കാൻ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലും തോന്നി, എനിക്കും അങ്ങനത്തെ രോഗമുണ്ടല്ലോ, ഇപ്പോൾ ഞാനും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെ ആ ടെലിവിഷൻ ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ചും ആരാധിച്ചും യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി വചനം കേട്ടുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പ്രോഗ്രാമിന് ശേഷം ഇന്ന് വരെ എനിക്ക് എൻ്റെ രോഗം അലട്ടിയിട്ടില്ല. എനിക്കും ആ അമ്മച്ചീനെ പോലെ ഒരു രോഗപീഠ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകി തീരുന്നതിന് മുമ്പ് ടോയ്ലറ്റിലേക്ക് പോകേണ്ട വിധമുള്ള ഉദരപ്പീഠ അനുഭവിച്ച് നരകിച്ചവളാണ് ഞാൻ. എന്നാൽ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തെ ആരാധിച്ച് വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തൽക്ഷണം എൻ്റെ ഉദരപ്പീഠ വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വചനം കേൾക്കുന്നത് പോലെ ഒരു നാൾ ഈ മോളി വർഗീസ് സഹോദരി വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സഹോദരി ഇരുന്ന വീട്ടിൽ, ആ സഹോദരി ഇരുന്ന ഇരിപ്പിടത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മകൾ അത്ഭുത സൗഖ്യം പ്രാപിച്ച്, ഇന്ന് ഞാനും നിങ്ങളും വിശ്വസിച്ച് ഹൃദയം കൊണ്ട് എളിമപ്പെട്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൻ്റെ ശക്തി ഇറങ്ങി വന്ന് വ്യാപരിക്കുന്ന അനുഭവം നിങ്ങളുടെ ശരീരങ്ങളിൽ കർത്താവ് കരുണയോടെ നൽകുക തന്നെ ചെയ്യും. കണ്ണുകളെ അടച്ച് 2 കരങ്ങൾ ഉയർത്തി എളിമയോടെ എല്ലാവരും സ്തുതിക്കട്ടെ. വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും സ്തുതിക്കട്ടെ. അനുഭവമുള്ളവരും അനുഭവം ഇല്ലാത്തവരും സ്തുതിക്കട്ടെ. പ്രാർത്ഥിക്കാൻ തോന്നുന്നവരും പ്രാർത്ഥിക്കുമ്പോൾ വിരസത തോന്നുന്നവരും ഇപ്പോൾ കരങ്ങൾ ഉയർത്തട്ടെ. സ്തുതിക്കുന്നു. ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, അങ്ങയുടെ ആത്മാവിൻ്റെ അത്ഭുത പ്രവാഹം ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 10-ാം അധ്യായത്തിൽ 44-ാം തിരുലിഖിതം പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഓ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അങ്ങയുടെ ദാസന്മാരുടെ മേൽ, ദാസിമാരുടെ മേൽ ആത്മാവിൻ്റെ അത്ഭുത പ്രവാഹം ഉണ്ടാകട്ടെ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ. പിന്മാറ്റത്തിലേക്ക് പോകുന്നവർ ഇപ്പോൾ ഉണർന്ന് മാൻകുട്ടിയെ പോലെ തുള്ളിച്ചാടാൻ തക്കവണ്ണം അത്ഭുത അഭിഷേകം ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പ്രവഹിക്കട്ടെ. ഹാലലുയ, 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 ഹാലലുയ. നാളുകളായി കുടുംബ കലഹം, വഴക്ക്, വൈരാഗ്യം, പ്രതികാരം, വെറുപ്പ്, ഇങ്ങനെയുള്ള പൈശാചിക പീഡകളാൽ ബന്ധിക്കപ്പെടുന്ന ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുന്നു. വെറുപ്പിന്റെയും വൈരാഗ്യത്തിനും കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പ്രാർത്ഥന ഉപേക്ഷിച്ച് ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, തീഷ്ണതയില്ലായ്മ, ഈ മേഖലകളിൽ പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ആത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുവിടുന്നു. ഓരോ കുടുംബങ്ങളിൽ നിന്നും മന്ദതയുടെയും മരവിപ്പിന്റെയും അരൂപികൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ, ഹാലലുയ. ദൈവവചനത്തോട് മല്ലടിച്ച് ആത്മീയ കാര്യങ്ങളോട് പുറംതെറിഞ്ഞു നിൽക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും പിശാചിന്റെ ആധിപത്യങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശാസിക്കുന്നു. ദുരാത്മാവെ വിട്ടൊഴിഞ്ഞു പോവുക.
ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ, വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, സ്നേഹത്തിൻ്റെ അഭിഷേകം നിറയട്ടെ, ക്ഷമയുടെ അഭിഷേകം നിറയട്ടെ, പ്രാർത്ഥനയുടെ അരുവി നിറയട്ടെ, വിശുദ്ധിയുടെ ആത്മാവ് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. അഭിഷേകത്തിൻ്റെ ആത്മാവേ, വിശുദ്ധിയുടെ ആത്മാവേ, ദൈവകൃപയുടെ ആത്മാവേ, കുടുംബങ്ങളുടെ മേൽ നിറയണമേ, വ്യക്തികളുടെ മേൽ നിറയണമേ, ബാലികാ ബാലന്മാരുടെ മേൽ നിറയണമേ, കുഞ്ഞു മക്കളുടെ മേൽ നിറയണമേ, യുവതി യുവാക്കളുടെ മേൽ അഭിഷേകമായി വസിക്കണമേ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ. പ്രഭാഷകൻ 5:7. കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്. നിരവധി വ്യക്തികളുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഒരു പൈശാചിക പീഡയാണ് അഹങ്കാരത്തിൻ്റെ ആധിപത്യം, ധാർഷ്ട്യത്തിൻ്റെ ആധിപത്യം, ഗർവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വഭാവ രീതികൾ. ഈ അടുത്ത നാളിൽ ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞ ധാർഷ്ട്യത്തിൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആ വ്യക്തി പറയുകയാണ്, ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കേടുമില്ല, ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല, ഞാൻ എന്തിന് ഇപ്പോൾ കർത്താവിലേക്ക് തിരിയണം? ആ വ്യക്തി പറയുകയാണ്, ഞാനിപ്പോൾ ചെറുപ്പമാണ്, ഒരു 10, 50, 55 വയസ്സായതിനു ശേഷം കർത്താവിനെ അന്വേഷിക്കാം, മരിക്കുന്നതിന് 5-6 വർഷം മുമ്പ് കർത്താവിലേക്ക് തിരിയാം, അതുവരെ എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കണം, എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ അനുഭവിക്കണം, എനിക്ക് സുഖിക്കണം, ഈ ലോകത്തിൻ്റെ സുഖം എനിക്ക് ഇപ്പോൾ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നൊരു പുണ്യവാനാകാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു 50, 55 വയസ്സായതിനു ശേഷം പിന്നെ ഞാൻ ദൈവത്തിലേക്ക് തിരിയും. മരിക്കുന്നതിന് 5-6 വർഷം മുമ്പ് ദൈവത്തിലേക്ക് തിരിഞ്ഞ് നല്ല വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് അങ്ങനെ വിശുദ്ധിയോടെ മരിക്കാം. ആ ധാർഷ്ട്യക്കാരനായ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഫിലോസഫി പങ്കുവെക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അങ്ങനെയാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നു, ഇത് ഒരു വ്യക്തിയുടെയോ 2 വ്യക്തിയുടെയോ ചിന്താഗതിയല്ല. ലോകത്തിൽ അനേകം ദൈവമക്കളെ സാത്താൻ തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഞാൻ ഇപ്പോൾ മനസ്സ് തിരിയണ്ട, ഞാൻ ഇപ്പോൾ ഈ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വലിയ കുറേ ലോകമൊക്കെ കണ്ട് കുറേ സുഖമൊക്കെ അനുഭവിച്ച് പതുക്കെ വയസ്സാകുമ്പോൾ പതുക്കെ കർത്താവിൻ്റെ കാര്യത്തിലേക്ക് തിരിയാം, വയസ്സാകുമ്പോൾ പതുക്കെ ദൈവകാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാം. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ എനിക്ക് അനുഭവിക്കണം, ഇപ്പോൾ എനിക്ക് സുഖിക്കണം, ഇപ്പോൾ ഈ ജഡത്തിൻ്റെ സുഖം എനിക്ക് വേണം, എനിക്കിപ്പോൾ ലോകം വേണം. ഇങ്ങനെ മനഃപൂർവം കർത്താവിനെ പരിത്യജിച്ച് ലോകത്തെ സ്വീകരിക്കുന്ന ഒരു പാപത്തിൻ്റെ ആത്മാവ്, അങ്ങനെ ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന ഒരു ആത്മാവ് അനേകം വ്യക്തികളെ ഈ കാലഘട്ടത്തിൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും, പാപി പാപം കുന്നുകൂട്ടും, പാപി പാപം കുന്നുകൂട്ടും, ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിമപ്പെടും. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊച്ചു മാത്യു അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനുമായി സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബഹുമാനപ്പെട്ട മാത്യു ഇലവങ്കലച്ഛൻ, കൊച്ചു മാത്യു അച്ഛൻ ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ അടുത്ത് വന്നു. ആ ചെറുപ്പക്കാരൻ വളരെ തകർന്ന ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വന്ന തകർച്ചയുടെ സമയത്ത് ആ ചെറുപ്പക്കാരൻ വേദനിച്ച് കരഞ്ഞുകൊണ്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, എൻ്റെ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് അച്ഛാ ചെയ്തത്? ഞാൻ വലിയ കഠിനമായ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ദൈവത്തിനെതിരെ അദ്ദേഹം ആക്രോശിക്കുകയാണ്.
കൊച്ചുമാത്തച്ഛൻ അദ്ദേഹത്തെ വിളിച്ചിരുത്തി ആശ്വസിപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ കൊച്ചുമാത്തച്ഛന് മനസ്സിലായി, ഇദ്ദേഹം കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചത് അച്ഛൻ ഓർമ്മ വന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ചെറുപ്പക്കാരൻ്റെ കഥ എങ്ങനെയാണ്? ചെറുപ്പക്കാരൻ ഈ കേരളക്കരയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. പഠിച്ച് ഉപരിപഠനമെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോംബെയിൽ ജോലി കിട്ടി. അപ്പോൾ ബോംബെയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് ഒരു ജപമാലയും ഒരു സമ്പൂർണ്ണ ബൈബിളും ഒരു പ്രാർത്ഥനാ മഞ്ജരി പുസ്തകവും അങ്ങനെ അത്യാവശ്യം ആത്മീയ കാര്യങ്ങളെല്ലാം ആ മകൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട്, അങ്ങനെ ബൈബിളും ജപമാലയും പ്രാർത്ഥന പുസ്തകവും ദൈവഭക്തിയുമായിട്ട് ഈ കേരളത്തിലൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറുപ്പക്കാരൻ ബോംബെ പട്ടണത്തിലേക്ക് പോയി. അവിടെ ജോലിയിൽ പ്രവേശിച്ച് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്ന് സന്ധ്യാപ്രാർത്ഥന ചെയ്യും. അമ്മ അവനോട് പറഞ്ഞ പ്രകാരം കൊന്ത അവൻ ചെല്ലും. അവൻ പള്ളിയിൽ പോകും, കുമ്പസാരിക്കും, പ്രാർത്ഥിക്കും. ഇങ്ങനെ ആത്മീയ കാര്യത്തിൽ തെറ്റാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. സാവകാശം അവന് പ്രമോഷൻ കിട്ടി, ശമ്പളം കൂടുതലായി, അവന് വരവായി, പണമായി, ആരോഗ്യമായി, സമ്പത്തായി, സൗന്ദര്യമായി. അപ്പോൾ കൂട്ടുകാരും അവൻ്റെ ചുറ്റിലും കൂടാൻ തുടങ്ങി. അവർ പറഞ്ഞു, നീ ഇത്രയായിട്ടും കഴിക്കാൻ തുടങ്ങിയില്ലേ, നീ എന്താ കമ്പനിക്ക് വരാത്തത്? ആ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് വശംവദനായി അവൻ കുറേശ്ശെ മദ്യപിക്കാൻ കൂട്ടുകൂടാൻ തുടങ്ങി. അവൻ പതുക്കെ ചില വ്യഭിചാരശാലകൾ സന്ദർശിക്കാൻ ഇടവന്നു. അങ്ങനെ ആദ്യത്തെ 1-2 തവണ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിന് വിഷമമുണ്ടായി. അങ്ങനെ ബോംബെ കൊച്ചുമാത്തച്ഛൻ്റെ അടുത്ത് ഈ ചെറുപ്പക്കാരൻ ചെന്നു. കൊച്ചുമാത്തച്ഛൻ പറഞ്ഞു, നീ ഇനി മുന്നോട്ട് പോകരുത്, ഇത് പാപത്തിൻ്റെ വഴിയാണ്, നീ മുന്നോട്ട് പോകരുത്. കൊച്ചുമാത്തച്ഛൻ വ്യക്തമായി നിർദ്ദേശം കൊടുത്ത്. എന്നാൽ അവൻ വീണ്ടും തിരിച്ചു പോയി പാപത്തിൻ്റെ വഴികളിലേക്ക് തന്നെ, ആ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് തന്നെ അവൻ വഴങ്ങി. അവൻ വ്യഭിചാരശാലകളിലും മദ്യ കൂട്ടങ്ങളിലും അവൻ പോയി പാപത്തിൽ അവൻ മുന്നോട്ട് പോയി. അവൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, വയസ്സായി കുറേ പ്രായമായിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ചെറുപ്പമാണ്, ഇപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്ക് ഉല്ലസിക്കണം, ഇപ്പോൾ ഈ ലോകം എനിക്ക് ആസ്വദിക്കണം, ഇപ്പോൾ എനിക്ക് ആരോഗ്യമുള്ള കാലമാണ്. അവന് പ്രത്യേകിച്ച് കടബാധ്യത ഒന്നുമില്ല. അവനങ്ങനെ പാപത്തിൻ്റെ വഴികളിൽ അവൻ ആഞ്ഞു പൊലുകി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ ശരീരമെല്ലാം മെലിഞ്ഞു വരാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം കുറയുന്നത് പോലെ തോന്നി. അവൻ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്തപ്പോൾ കഠിനമായ മാരക രോഗം പിടിപെട്ടിരിക്കുന്നത് ഡോക്ടർമാർ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അവന് എയ്ഡ്സ് രോഗം പിടികൂടി. അവൻ കേരളത്തിലേക്ക് മടങ്ങിപ്പോരുന്നതിന് മുമ്പ് അവൻ കൊച്ചുമാത്തച്ഛനെ കണ്ടപ്പോഴാണ് അവൻ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞത്, ഇത്രയും വലിയൊരു രോഗം തരാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അച്ഛൻ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിൽ മത്ത് പിടിച്ച് കൂത്താടി വെറിക്കൂത്തുകളിൽ മുഴുകി നടന്നിട്ട് അതിൻ്റെ പരിണതഫലമായി പിശാചിൻ്റെ തകർച്ച അവൻ്റെ തലയിൽ വന്ന് അടിക്കുമ്പോൾ അവൻ വാ പൊളിച്ച് ദൈവമേ എന്ന് വിളിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ നാട്ടിൽ ഒരു കള്ളൻ, ഒരു കൊടും കള്ളൻ, ഒരു മഹാകള്ളൻ, അവൻ ഒരു തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ കട്ടെടുക്കാമെന്ന് വിചാരിക്കുകയും അവന് ചെറുപ്പത്തിൽ കാറ്റഗിസത്തിൽ പഠിപ്പിച്ചു കൊടുത്തത് അന്യൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കരുതെന്ന്. ദേവാലയ പ്രസംഗ മധ്യേ വികാരിച്ചൻ വ്യക്തമായി പ്രസംഗിച്ചിട്ടുള്ളതാണ്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, മോഷ്ടിക്കരുത്. ദൈവവചനം വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്, ദൈവം അറിയപ്പെട്ട് അസത്യമായും സത്യസന്ധ വല്ലാതെ നിങ്ങളുടെ തലത്ത് ഒരു വസ്തു നിങ്ങൾ കൈക്കലാക്കരുത്, നിങ്ങൾ കള്ളത്തരത്തിന് വഴിയെ പോകരുത്. ഇതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ദൈവം പറഞ്ഞു കൊടുത്തെങ്കിലും അവൻ്റെ മനസ്സിൽ തോന്നുകയാണ്, അതൊന്നും സാരമില്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകും. അങ്ങനെ അവൻ അന്യൻ്റെ തെങ്ങിൻ്റെ മുകളിൽ രാത്രിക്ക് കയറി ആരും കാണാതെ തേങ്ങ അങ്ങനെ പിരിച്ചെടുക്കുന്ന സമയത്ത് ആ പിരിച്ചെടുത്ത് തേങ്ങയോടുകൂടെ അവൻ നിലത്തേക്ക് പോരുമ്പം അവൻ്റെ ഉള്ളിലെ ചങ്കിടിപ്പ് എന്തായിരിക്കും? വലിയ കൊന്നത്തെങ്ങിൻ്റെ മുകളിൽ നിന്ന് പിരിച്ചെടുത്ത തേങ്ങയോടുകൂടെ കാല് തെറ്റി കൈവിട്ട് അവൻ പിടുത്തം വിട്ട് നിലത്തടിച്ച് മലന്നടിച്ച് വീഴാനായിട്ട് പോരുന്ന സമയത്ത് അവൻ ആ പോരുന്ന സമയത്ത് വിളിക്കുകയാണ്, ദൈവമേ. ഇങ്ങനെ വിളിക്കുമ്പോൾ വന്ന് താങ്ങാനുള്ള ഒരാളാണ് ദൈവമെന്ന്. ദൈവമക്കളെ, ദയവ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോഴല്ല ഒരു ദൈവ പൈതൽ ദൈവത്തെ വിളിക്കേണ്ടത്. അങ്ങനെ വിളിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 33-ാം തിരുലിഖിതം. അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്. ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല. ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല.
നമ്മളൊന്ന് മനസ്സ് വെച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ എപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? നമ്മളും ഈ കള്ളനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ആ കള്ളൻ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ആ തേങ്ങയോടുകൂടെ കാലും പിടുത്തം വിട്ട് കൈയും പിടുത്തം വിട്ട് നിലം പതിക്കുന്ന സമയത്താണ് അവൻ ദൈവത്തെ വിളിക്കാൻ തോന്നുന്നത്. കേരളത്തിലെ പതിറ്റാണ്ടുകളായി 4-5 പതിറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു അതിൻ്റെ പ്രമുഖ നേതാവായിരുന്ന ഗൗരിയമ്മ ഈ അടുത്ത കാലത്ത് ദീപിക പത്രത്തിൽ ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ദീപിക പത്രത്തിൽ ഗൗരിയമ്മയുടെ ഒരു പ്രസ്താവന വായിച്ച് ഞാൻ ഓർക്കുകയാണ്. ഏത് കൊടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും നിരീശ്വരക്കാരനാണെങ്കിലും ഒരാപത്ത് വരുമ്പോൾ ദൈവമേ എന്ന് വിളിക്കാത്തവരുണ്ടോ എന്ന് ഗൗരിയമ്മ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ആപത്ത് വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവം അവരെ കാര്യമായി എണ്ണുന്നില്ല, ദൈവം അവരെ കാര്യമായി കണക്കാക്കുന്നില്ല. കാരണം ദൈവം അവരുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. ഹല്ലേലൂയ. ദൈവം അവരുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 2-ാം തിരുലിഖിതം, സുഭാഷിതം 21:2. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. സുഭാഷിതം 21-ാം അധ്യായം 2-ാം തിരുലിഖിതം, സുഭാഷിതം 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും കർത്താവിന് പാപകരമത്രേ. കർത്താവിന് വെറുപ്പാണ്, അത് പാപകരമത്രേ. ഗർവ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. എനിക്ക് എന്തിൻ്റെ കുറവാണ്? എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, ഞാനിപ്പോൾ ഇന്ന രാജ്യത്താണ്, ഞാൻ ഇത്ര ആയിരങ്ങൾ ശമ്പളം വാങ്ങുന്ന വലിയൊരു ജോലിക്കാരനാണ്, എന്നെ ആശ്രയിച്ചാണ് കുടുംബാംഗങ്ങളെല്ലാം കഴിയണത് എന്ന് നെകളിച്ച് നീ നിന്റെ തോന്നിവാസത്തിന് പോകരുത് എന്ന് തന്നെയാണ് ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ വ്യക്തമായി എന്നോടും നിങ്ങളോട് കൽപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും മർക്കടമുഷ്ടിയോടെ പാപം ചെയ്യുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബദിക്കും. സുഭാഷിതം 29-ാം അധ്യായം 1-ാം വാക്യം. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിച്ച് പാപം ചെയ്യുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് നിബദിക്കും. സുഭാഷിതം 29-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം. എന്നോടും നിങ്ങളോടും ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് ഇടപെടുന്നൊരു സംഗതിയാണ്. ഞാനും നിങ്ങളും വചനം കേൾക്കുമ്പോൾ തിരിച്ചറിവ് കിട്ടുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാം തിരുലിഖിതം, ജ്ഞാനം 3:11. ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്. അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗമാണ്. അവൻ്റെ പ്രത്യാശ വ്യർത്ഥവും അവൻ്റെ പ്രയത്നം നിഷ്ഫലവുമാണ്. ജ്ഞാനം 3-ാം അധ്യായം 11-ാം തിരുലിഖിതം. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 22-ാം തിരുലിഖിതം, ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് കുത്തിയാലും അവൻ്റെ ഭോഷത്വം വിട്ടുപോവുകയില്ല. ചിലരുടെ ജീവിത രീതി ഇങ്ങനെയാണ്. എത്ര കാര്യങ്ങൾ എത്ര വ്യക്തമായി ദൈവിക കാര്യങ്ങൾ മനസ്സിലായാലും ഞാൻ ഇപ്പോൾ ആ വഴിക്ക് യാത്രയില്ല, ഞാൻ ഇപ്പോൾ ആ വഴിക്ക് വരികയില്ല, ഞാൻ പിന്നെ വന്നോളാം എന്ന് അവൻ ധാർഷ്ട്യം പറയുന്നു. ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് കുത്തിയാലും അവൻ്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല. ദാനിയേലിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ വീണ്ടും തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ സ്ഥിതി എന്താണ്? ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് കാതോർക്കാൻ പറ്റിയ ഒരു മാംസളമായ ഹൃദയമാണോ, അതോ ദുഷ്ടത കൊണ്ട് വേരുപാകി ദുഷ്ടത കൊണ്ട് കഠിനമായൊരു ഹൃദയമാണോ നിന്റെ ഹൃദയം? ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്, ഓ ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയിലേക്ക് പിന്തിരിയാൻ പറ്റാത്ത വണ്ണം ഹൃദയം കഠിനമായിട്ടുണ്ടെങ്കിൽ കർത്താവേ ഈ നിമിഷങ്ങളിൽ സ്പർശിക്കണമേ. ഒരു മാംസളമായ പുതിയ ഹൃദയം എനിക്ക് തരണമേ കർത്താവേ. ദൈവിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ അങ്ങനെ പറയും, അതൊക്കെ ഇങ്ങനെ പറയും, അച്ഛന്മാർക്ക് പറയാൻ എളുപ്പമാണ്, പ്രഘോഷകർക്ക് പറയാൻ എളുപ്പമാണ്, ഇതൊക്കെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞ് മദ്യത്തിലേക്ക് പോകുന്നവർ, ഇങ്ങനെ പറഞ്ഞ് പുകവലിയിലേക്ക് പോകുന്നവർ, ഇങ്ങനെ പറഞ്ഞ് നുണയിലേക്ക് പോകുന്നവർ, ഇങ്ങനെ പറഞ്ഞ് കള്ളത്തിലേക്ക് പോകുന്നവർ, ഓ മകനെ മകളെ മനസ്സിലാക്കണം, ഇന്ന് നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ
കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കട മുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത നാശത്തിൽ പെട്ടെന്ന് നിപതിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. അഭിഷേകത്തിൻ്റെ ആത്മാവെ വ്യാപരിക്കണമേ, സ്പർശിക്കണമേ, സൗഖ്യങ്ങൾ നൽകണമേ, കഠിനമായ ഹൃദയങ്ങളെ മാംസളമാക്കണമേ, ദൈവിക മാർഗത്തിലേക്ക് പിന്തിരിപ്പിക്കണമേ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. Praise the Lord. Hallelujah. രാജാവേ അങ്ങേ അൾത്താരയിൽ ആത്മാവർപ്പിച്ചു ഞാൻ ആരാധിച്ചിടും നിതാ യേശു രാജാവേ. താരയിൽ ആത്മാവർപ്പിച്ചു ഞാൻ ആരാധിച്ചിടും നിതാ യേശു രാജാവേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായ യേശു കർത്താവ് ഇതാ നമ്മുടെ അരികിൽ വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ. സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയുമരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. 2 കരങ്ങൾ ഉയർത്തി ഈ നാളുകളൊക്കെയും കർത്താവിനെ അന്വേഷിക്കാൻ പരാജയപ്പെട്ടതിനെ ഓർത്ത് മാപ്പ് ചോദിച്ച് ദൈവമക്കൾ കരഞ്ഞ് നിലവിളിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ നഷ്ടത്തെ ഓർത്ത് ഹൃദയം നുറുങ്ങി കരയട്ടെ. സന്നിധ മനസ്കരെ നിങ്ങളുടെ കരങ്ങൾ കഴുകി ശുചിയാക്കുവിൻ. ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, പാപത്തിൽ ജീവിച്ച് ആത്മാവിൽ മരിച്ച് മൃതപ്രായമായ ഓരോ ജീവിതങ്ങളിലേക്കും അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ഒരുപാട് കാലങ്ങളായി വൈരാഗ്യത്തിലും വെറുപ്പിലും രോഗത്തിലും കടബാധ്യതയിലും തകർച്ചയിലും ഭക്തിരാഹിത്യത്തിലും പ്രാർത്ഥനയില്ലായ്മയിലും വഴക്കിലും കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ ശക്തി വ്യാപരിച്ച് സാത്താന്റെ കോട്ടകൾ തകരട്ടെ കർത്താവേ. അന്ധകാര കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. ഹാലലുയ, ഹാലലുയ. ദൈവമേ, രോഗശക്തികൾ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, കൂടോത്ര ശക്തികൾ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, പൈശാചിക പീഡകൾ അങ്ങയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. കുടുംബത്തിൽ നിന്ന് തകർച്ചയുടെയും എല്ലാ തരത്തിലുള്ള ദുർശക്തികളുടെയും ദുർമരണത്തിന്റെയും അനർത്ഥങ്ങളുടെയും പീഡകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി. ആത്മാവർപ്പിച്ചു ഞാൻ ആരാധിച്ചിടും നിതാ യേശു രാജാവേ. എൻ്റെ പേര് സിബി കെ ജോസഫ്. പാലാ രൂപതാംഗമാണ്. ഞങ്ങൾ താമസിക്കുന്നത് മദ്രാസിലാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ അഭിഷേകാഗ്നി ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ കാണാറുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഈശോയോട് പറയുമായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞങ്ങളുടെ മകൾക്ക്
500-ൽ 470 മാർക്കിൽ കൂടുതൽ നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കുമായിരുന്നു. പരീക്ഷാ റിസൾട്ട് വന്നപ്പോൾ 500-ൽ 483 മാർക്കോടുകൂടി 8 ലക്ഷം വിദ്യാർത്ഥികളിൽ 10ാം റാങ്കിൽ എത്തുവാൻ ഞങ്ങളുടെ മോളെ ഈശോ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നിയുടെ സമയത്ത് ദൈവം തന്നെ ആത്മാവിനെ അയച്ച് ഇവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഈ കുട്ടിയെ കർത്താവ് അങ്ങോട്ട് ബ്ലെസ് ചെയ്തു. ആ കുട്ടിക്ക് ഇവർ പറഞ്ഞതിനേക്കാൾ ഉയർന്ന മാർക്ക് നൽകി അനുഗ്രഹിച്ച് 10ാം റാങ്കിലേക്ക് എത്ര ലക്ഷം കുട്ടികളായിരുന്നു? 8 ലക്ഷം കുട്ടികളിൽ 10ാമത്തെ സ്ഥാനത്തെത്താൻ തക്കവണ്ണം അനുഗ്രഹിച്ച് അങ്ങോട്ട് ഉയർത്തി. ഇവരൊരു 470 കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നു. പക്ഷെ ദൈവം അതിലും കൂടുതൽ കൊടുത്ത് ബുദ്ധി അങ്ങോട്ട് പ്രകാശിപ്പിച്ച്. പ്രൈസ് ദി ലോർഡ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തി വീശി അടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, നന്മക്കെന്നും പരിചയായി നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടന്നവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നട